രേണു സുധി റിലേറ്റഡ് കോണ്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഈ കോണ്ടന്റിൽ രേണു സുധി ഇല്ല. ഓക്കെ, ഇത് കിച്ചു അവൻ്റെ വീട്ടിലേക്ക് പോയ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേ ഔട്ട് വിത്ത് റിതപ്പൻ എന്നുള്ള ഒരു വ്ലോഗാണത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി പേഴ്സണലി. കാരണം ഇവർ തമ്മിലുള്ളൊരു ബോണ്ട് ഉണ്ടായിരുന്നു, ഈ രണ്ട് മക്കൾ തമ്മിൽ, റിതപ്പനും കിച്ചു. സുധി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. ഇപ്പോൾ റീസെൻ്റ്ലി ഈ കിച്ചുവിൻ്റെ ആ ഒരു അവൻ്റെ ലൈഫിൽ എന്ത് നടന്നു എന്നുള്ള റിവീൽ ചെയ്ത ആ ഒരു വീഡിയോ വരുന്നതിന് മുമ്പ് വരെ ഭയങ്കര രസമായിരുന്നു. അത് ആ ഏട്ടൻ അനിയൻ ബോണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു, ഒരു സ്പെഷ്യൽ സാധനമായിരുന്നു. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത് അങ്ങനത്തെ ഒരു ബോണ്ടോ ഒരു ബോണ്ടയോ ഒന്നും കാണാനില്ല. ഓബിയസ്ലി കിച്ചു അങ്ങോട്ട് ചെന്ന് റിതപ്പനെ കെട്ടിപ്പിടിച്ച് റിതപ്പനെ ഹഗ് ചെയ്ത് റിതപ്പനെ പുറത്ത് കൊണ്ടുപോകുന്ന ഒരു സീനാണ് ആ വ്ളോഗിനകത്ത്. പക്ഷേ റിതപ്പൻ എന്തോ ഒരു കൈൻഡ് ഓഫ് കിച്ചുവിനെ കണ്ടപ്പോൾ ഭൂതത്തിനെ കണ്ട പോലത്തെ ഒരു എഫക്റ്റ്. ഇനീഷ്യലി അത് ഭയങ്കര കൂടുതലായിരുന്നു. ലേറ്റർ ഓൺ കിച്ചുവിൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സും കിച്ചും കൂടി എല്ലാം കൂടി അത് പറഞ്ഞ് ആ സിറ്റുവേഷനിൽ നിന്ന് മാറ്റി കൊണ്ടുവന്ന് പിന്നെ ഒരു മോളിലൊക്കെ പോയി ഗെയിമൊക്കെ കളിച്ചപ്പോഴത്തേക്ക് കുറച്ചൊക്കെ മാറി. ബൈ ദ വേ, ഇതിൽ റിതപ്പൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള പോർഷൻസ് ഒന്നും എനിക്ക് വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കിച്ചുവിൻ്റെ വ്ളോഗിനകത്ത് കയറിയ ആ കുട്ടിയുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വ്ളോഗിൻ്റെ ഓരോ പോർഷനായിട്ട് പ്ലേ ചെയ്യാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് റിതപ്പനെ കാണാനായിട്ട് പോവാണ്. നല്ല വെയിലുണ്ട്. നിങ്ങള് റിതപ്പനെ കാണാൻ വേണ്ടി കോട്ടയം നമ്മൾ ചെങ്ങന്നൂർ. അപ്പൊ ഗായ്സ് എത്തിയിട്ടുണ്ട്. അവനുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല, നോക്കാം. സർപ്രൈസ് കാണുമെന്ന് അറിയത്തില്ല. നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കാതൊക്കെയാ വരുന്നത്. സർപ്രൈസ് സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല, വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഉണ്ട്, കാണും. ഉണ്ട്, എല്ലാരും ഉണ്ട്. എല്ലാരും ചെരുപ്പുണ്ട് അവിടെ, എല്ലാരും ഉണ്ട്. ഓക്കെ, അവരാ പോകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു സ്ട്രേഞ്ചറുടെ വീട്ടിലേക്ക് കയറി പോകുന്നൊരു ഫീല് കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ കിച്ചുവിൻ്റെ റിതപ്പൻ്റെ വീടാണ്, ബാക്കി അവിടെ നിൽക്കുന്നവരാണ് ശരിക്കും അതിന് ഉടമസ്ഥരല്ലാത്തവർ. ഇവർ രണ്ടുപേരുമാണ്. സ്വന്തം വീട്ടിലേക്കാണ് കിച്ചു പോകുന്നത്. ബട്ട് ആഫ്റ്റർ ഓൾ ദോ സീൻസ് അത് കുറച്ച് ഈ പറഞ്ഞ പോലെ ഹാർഡാണ് പരിപാടി. പിന്നെ അവിടെ ആളുണ്ടോ ഇല്ലെന്നുള്ളവർ നോക്കി അവിടെ ആളുണ്ടെന്ന് കണ്ടപ്പോൾ അവരിന് പറയണം ആൾഡർ ചിലപ്പോൾ ഫേസ് ചെയ്യാനുള്ള എന്തെങ്കിലും വിഷയം, എന്തെങ്കിലും അല്ല ഫേസ് ചെയ്യാനുള്ള വിഷയം തന്നെ ആയിരിക്കും മേ ബി. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോർഷനകത്ത് ഞാൻ കണ്ടിട്ട് എടുത്തു വെച്ചൊരു ഐറ്റം ഉണ്ട്. ഇതായിരിക്കുന്നത് മറുനാടൻ മലയാളി ഷാജൻസ്കറിയും ടീമും പണി കഴിപ്പിച്ചു കൊടുത്ത മതിൽ. അന്ന് തന്നെ തങ്കഞ്ചേട്ടൻ വന്നിട്ട് മതിൽ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് മതിലിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ള ഭയങ്കര ഇതേ പൊട്ടൽ തന്നെയായിരുന്നു അന്നും കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബൈ ദ വേ, ഇത്രയും വർഷമായി എന്നാലും രേണു സുധി ഇത്രയും നല്ല നിലയിലെത്തി, അത്യാവശ്യം സമ്പാദിക്കാൻ തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞിട്ടും ആ വീടിൻ്റെ മെയിൻ്റനൻസ് എടുത്ത് കൊടുക്കുക എന്നുള്ള ബേസിക് കാര്യം ചെയ്യുന്നില്ല. കാരണം അവരാണ് നിൽക്കുന്നത്, കിച്ചു അല്ല അവിടെ നിൽക്കുന്നത്. കിച്ചു ആണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ കിച്ചുവിനിപ്പോൾ റവന്യൂ ഉണ്ട്, കിച്ചുവിന് ചെയ്യാം എന്നുള്ള രീതിക്ക് രേണുവിന് വേണമെങ്കിൽ കിച്ചുവിൻ്റെ തലയിൽ ഇട്ട് കൊടുക്കാതെ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അത് റിതപ്പനും രേണുവിൻ്റെ ഫാമിലിയാണ് അവിടെ നിൽക്കുന്നത്. അതിലിപ്പോഴും ഇനിയിപ്പോൾ അത് മറുനാടൻ രണ്ടാമത് ഇത് മിക്സ് ചെയ്ത് കൊണ്ടുവരണ സിമെൻറ്റും സാധനങ്ങളൊക്കെ ഷാജൻസ്കറിയെ നാളെ രാവിലെ ചട്ടിയും വട്ടിയൊക്കെ എടുത്തിട്ട് വന്ന് ചെയ്ത് തരേണ്ടി വരും അല്ലേ. വള്ളം എന്താണ് ഇത് കണ്ടപ്പോൾ പറയാതെ പോകാൻ പറ്റിയില്ലേ, അതുകൊണ്ടാണ് ആ പോഷൻ വെച്ചത്. ഹലോ സുഖമാണ്. ഒന്നുമില്ലേ, പള്ളിയിൽ പോയോ? എന്ത് എവിടെ പോകുന്നു? എടാ എവിടെ പോകുന്ന? എവിടെ പോകുന്നു? എവിടെ പോകുന്നു? എവിടെ പോകുന്നു?
എവിടെ പോന്നു അമ്മേനെ കൊണ്ടുപോയി എവിടെ എവിടെ എന്നാണോ നീയാണോ വണ്ടി ഓടിക്കുന്ന? അല്ല പിന്നെ നീ ഓടിക്കല്ലേ? ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ കിച്ചുവിൻ്റെ വ്ളോഗിനകത്ത് നിങ്ങൾ കയറി കാണണം. ഇതിനകത്ത് റിതപ്പൻ ഈ കിച്ചുവിനെ കണ്ടപ്പോൾ സാധാരണ രീതിയിൽ കിച്ചു ചേട്ടാന്ന് പറഞ്ഞു പോകുന്ന റിതപ്പൻ ഒരുമാതിരി ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് ഈ കുട്ടി പേടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് അത് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങളതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ എൻ്റെ ഇതേ സാധനമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നിപ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്ത് കണ്ടു. ഇതിങ്ങനെ സാധാരണ ഒരു കോണ്ടൻറ്റ് ഒരു സാധനം മിൽക്ക് ചെയ്യുന്ന അവസ്ഥയല്ല. ഇപ്പോൾ രേണുസുതി കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ അത് ഭയങ്കര കോൺട്രവേഴ്സി ആക്കിയവരൊക്കെ ഉണ്ട് ഇവിടെ. അതൊന്നും എനിക്ക് മാറ്ററല്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികളെ ഇന്ന് ഫോണൊന്നും മേടിച്ച് വയ്ക്കാൻ പറ്റുന്നില്ല. എത്ര മേടിച്ച് വയ്ക്കുന്ന അച്ഛനമ്മമാരാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടികളെ ഒന്ന് ഡൈവേർട്ട് ചെയ്യിക്കണം, നമ്മളിൽ നിന്ന് ശ്രദ്ധ, അല്ലാന്നുണ്ടെങ്കിൽ അവരൊന്ന് എൻഗേജ് ആക്കണം എന്ന് പറഞ്ഞാൽ ഫോൺ തന്നെ കൊടുക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കും, ഒക്കെ കൊടുക്കും. പിന്നെ അത് ചുമ്മാ ഇരുത്തും. അതുവരെ ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്ത് CWCയിലും ഒക്കെ എത്തിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത് പോട്ടെ. പക്ഷെ ഇത് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഹേർട്ട് ചെയ്ത് തന്നെ. കാരണം ഇവരിങ്ങനെ ആയിരുന്നില്ല. ഇവരെ സ്കൂളിൽ പോകുന്ന വ്ളോഗും ഈ റിതപ്പനും കിച്ചുമൊക്കെ ഉണ്ടായിരുന്ന ഒരു തരം ബ്രദർ ബോണ്ട് ഉണ്ട്. ഒരു ചോരയില്ലേ. പക്ഷേ ഈ ഒരു കുട്ടിയുടെ അടുത്ത് ഓക്കെ എന്തെങ്കിലും പറഞ്ഞ് ആര് കൊടുത്തു അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൺഫർമേഷനോ ക്ലാരിറ്റിയോ ഒന്നും ഇല്ലാട്ടാ. ഓക്കെ, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇത് രേണു പറഞ്ഞു കൊടുത്തു, രേണുവിൻ്റെ വീട്ടുകാർ പറഞ്ഞു പഠിപ്പിച്ചു, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ആ വ്ളോഗിനകത്ത് ആ കുട്ടി ഭയങ്കര മൂടിയായിരുന്നു. ആ കുട്ടിക്ക് കിച്ചുവിനെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല, കിച്ചുവിനോട് സംസാരിക്കുന്നില്ല പ്രോപ്പർലി. ആ ഒപ്പമുള്ള ഫ്രണ്ട്സാണ് പിന്നെ അതിങ്ങനെ എന്തോ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിപ്പിക്കുന്നത്. അപ്പോൾ അത് തോന്നി. ഓക്കെ, അതുകൊണ്ട് പറയുന്നു. അത് നിങ്ങൾ കിച്ചുവിൻ്റെ കയറി കാണുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുടുംബത്തിനകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കും. ഇത് രേണുസുതി മേക്ക് ഷുവർ ചെയ്യണം ഈ 2 മക്കൾ തമ്മിൽ ഇതിലെന്തില്ല, പ്രശ്നങ്ങളില്ല എന്നുള്ളത്. കിച്ചുവിന് നാളെ റിതപ്പന് കിച്ചു, അതായിരിക്കും അവരുടെ ലോകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എന്തെങ്കിലും ആ കുട്ടിക്ക് ഒരു ഫീലിങ് ഇനി നിങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ കുട്ടി ഒന്നും അല്ലെങ്കിൽ പോലും ആ കുട്ടിക്ക് ഈ റിതപ്പനും കിച്ചുവും തമ്മിലുള്ള ഒരു ബോണ്ടിന് ഒരു തരത്തിലും കോട്ടം പറ്റാതെ തട്ടാതെ അതിനിടയിൽ കൂടി ഒന്നും നടക്കാതെ അത് മുന്നോട്ട് അത് പോകണം. അതങ്ങനെയാണ്, അത് പോവും. ഓക്കെ, അതിനൊരു എഫേർട്ട് എന്താണെങ്കിലും രേണുസുതി ഇട്ടേ വരും. രേണുസുതി കിച്ചുവിനോട് മിണ്ടാതിരിക്കുക, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് റിതപ്പനും കിച്ചുവും തമ്മിലുള്ള ബോണ്ട്, അതൊരു അമ്മ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അവിടെ നിന്ന് ആ രണ്ടും ഒരു ചോരയില്ലേ. അപ്പോൾ 2 ആളെയും കൂടി ഒറ്റക്കെട്ടാക്കി കൊണ്ടുപോയി നിർത്താനുള്ളൊരു സീൻ ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മളെ മച്ചാമാരുമായിട്ട് നമ്മളൊന്ന് കറങ്ങാനിറങ്ങിക്കുക. അതാ മൊത്തത്തിൽ ഇവർ എറണാകുളത്ത് അമ്മേനെ വിളിക്കാൻ പോവാനായിട്ട് നിൽക്കുവായിരുന്നു നമ്മൾ വന്നപ്പോ. ആകെ ഒരു പ്ലാൻ സർപ്രൈസ് ആയിട്ട് വന്നോണ്ട് പ്ലാൻ ഒന്നും നടന്നില്ല അല്ലേ? ഷോ ആണേ പറയടേ. അമ്മ ചോദിച്ചാൽ എന്ത് പറയും? എന്തൊരു ഷോടേ, എന്ത് വരാ എന്തോ പറയും? അമ്മയുടെ എന്തോ പറയും? എന്താ വരാത്തെന്ന് വെച്ചാൽ എന്തോ പറയും? കാരണം എന്തോ പറയും? ആരുടെ കൂടെ വീട്ടിലേല നമ്മളെ പ്ലാനിൽ ഒരു ചേഞ്ച് ഉണ്ട്. ഞാൻ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു, പിന്നെ വന്നേയില്ല, എന്തെങ്കിലും ഇപ്പൊ കൊണ്ടുപോകാൻ ഞാൻ വന്നതാ. അതാ ഇത്രയും വന്നേയില്ലേ. അമ്മയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു സെറ്റല്ലേ സന്തോഷമായോ? വയറൊക്കെ പറഞ്ഞോ? എനിക്ക് ഞാൻ പോട്ടെ. ടാറ്റ. ഒരു ഉമ്മ തരുമോ? പോയിട്ട് വരാം. ടാറ്റ ടാറ്റ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനിടയിൽ അവർ ആ ഒരു മോളിൽ പോയതും അവർ കളിച്ചതൊക്കെ ഉണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കൊക്കെ സാധനം ഓൾമോസ്റ്റ് സെറ്റാണ്.
അപ്പം വണ്ടിയിൽ നിന്ന് തന്നെ അമ്മേനെ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ, അതായത് രേണുവിന് ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതപ്പനെ ഓക്കെ ആവുന്നുണ്ട്. എന്താ പറയുക, ഈ കുട്ടികൾക്ക് ചില ടൈമിൽ ചിലതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, പറയാൻ തന്നെ ഭയങ്കരമായിട്ട് ഗ്രാസ്പ് ചെയ്യും. പിന്നെ ഈ ഋതപ്പൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ രേണുസുതി അത്ര ഒരു ടൈം ഈ കുട്ടിക്ക് സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പോൾ മേ ബി വയസ്സായ ആൾക്കാർ വീട്ടിലുള്ളവരായിരിക്കും ഒപ്പം കൂടെ ഉള്ളത്. വയസ്സായവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് നമുക്കറിയാമല്ലോ. അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയൂടെ, അത് അവരുടെ പ്രശ്നമല്ല, പ്രായത്തിൻ്റെ വിഷയമാണ്. അപ്പം അതും ഭയങ്കരമായിട്ട് ഈ കുട്ടിയെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ചേച്ചീൻ്റെ പിള്ളേരുണ്ട്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് നമുക്ക് നമ്മളതെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഋതപ്പൻ്റെ ആ ഒരു അവസ്ഥ ലേറ്റർ ഓൺ ചേഞ്ചായി, കുറച്ചും കൂടി ആക്റ്റീവായി. പിന്നെ ഇറങ്ങി പോകാൻ നേരത്തെ അവിടെ രേണുവിൻ്റെ അമ്മയെ തോന്നുന്നുണ്ട് കാറിനടുത്ത് വന്നിരുന്നിട്ട് ഈ പയ്യനെ കൊണ്ടുപോയി. കിച്ചുവിൻ്റെ ഒരു മൈൻഡ് ഞാൻ ആലോചിച്ചത് അടിപൊളി. കാരണം എന്തൊക്കെ വന്നാലും എൻഡ് ഓഫ് ദ ഡേ ആ വീട് അവനും കൂടി ഉള്ളതാണ്. ആ പയ്യൻ അവൻ്റെ അനിയനാണ്. ഓക്കെ, ഇപ്പോഴും രേണുസുധീനെ അമ്മ തന്നെയാണ് വിളിക്കുന്നത്. ദാറ്റ്സ് റിയലി ഗുഡ്. അവിടെ ഒന്നൊരു വിഷയവും ഇല്ല. അപ്പോൾ അവനെയും കൂടി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇത്രയും വലിയ ചർച്ച കേരളത്തിൽ നടന്ന് രേണുവിനെ ഈവൻ തള്ളിപ്പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സ്കീം പരിപാടിയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ രേണുസുധിക്ക് ഇതിന് വേറൊരു വേർഷൻ ഉണ്ടോയെന്ന് പറയാനും പറ്റില്ല കേട്ടോ. ഞാനില്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു പോയി അവൻ കരുതിക്കൂട്ടി ഞാനില്ലാത്ത സമയം തെരഞ്ഞെടുത്തതാണ് എന്നൊക്കെ ചിലപ്പോൾ രേണുവാണ് ചിലതാളെ പറഞ്ഞു കളയും. ഇനിയാണ് ഇതിൻ്റെ ടെയിൽ എൻഡിലൊരു സാധനം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഋതപ്പനെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് പോകുന്നു. പിള്ളേരെല്ലാരും ഹാപ്പി. നമ്മളിവിടെ വന്നപ്പോ ആദ്യം ഋതപ്പനും ഇവരെല്ലാരും കൂടെ എറണാകുളത്തോടെ പരിപാടി നിന്ന് അമ്മ എന്തോ അവിടെ ഉള്ള രീതിയിൽ നിന്ന്. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇപ്പന് പോവല്ലേ നടക്കത്തില്ല എന്നുള്ള രീതിയിൽ കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതി പൊക്കോ. അപ്പൊ പിന്നെ എന്തോ അമ്മയുടെ അടുത്ത് കണ്ട് ചോദിക്കാൻ പറഞ്ഞ, അങ്ങനെ അമ്മേനെ വിളിച്ച് അമ്മയെടുത്ത് ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കോളം പറഞ്ഞ, അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ അവൻ ഹാപ്പിയാന്ന് തോന്നുന്നു. ചോദിച്ചു പോകണ്ട ഞങ്ങളോട് വരുന്നത് ഞാൻ പറഞ്ഞാ വരുന്നെന്ന്. അപ്പൊ പിന്നെ നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയാ എല്ലാരെയും കൊണ്ട് പിള്ളേരെല്ലാരും ഹാപ്പി. പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പണ്ടോട്ടെ കാണുന്നതാണെങ്കിൽ ഒരു 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. പിന്നെ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. കാരണം ഞാൻ വലിയ സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോ 3 പേർക്കും കൂടെ വാങ്ങുന്ന. അപ്പൊ അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് കൊണ്ടുപോയതാണ്. പിള്ളേരെല്ലാം നമുക്ക് നമ്മളെ സ്വന്തം. എന്താ അറിയാ പിള്ളേരെന്ത്. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. അപ്പം ഇതൊക്കെ നിങ്ങളെന്ന് കാണിക്കാന്നും കൂടെ വിചാരിച്ചു. അപ്പം താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇത്രയേ ഉള്ളൂ. വ്ളോഗ് എൻഡായി. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, രേണുവിൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞു വയസ്സായ ആളാണ്. വീഡിയോകളൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു അഡമൻ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു വരട്ട് ആ ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഐറ്റമാണ്. മേ ബി ഇപ്പം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ചുമ്മാ വെറുതെങ്കിലും പറഞ്ഞു നിൻ്റെ കിച്ചു ചേട്ടൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇട്ട് കാണുമെന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ കുട്ടിയുടെ പേടിയും ഒരുതരം ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അങ്ങനത്തെ ഒരു ചുമ്മാ പറച്ചിൽ നിന്നല്ല, ആരെങ്കിലും എന്തെങ്കിലും ഇരുത്തി പറഞ്ഞു കൊടുത്തു എന്നുള്ള സംശയം വരെ തോന്നിപ്പോകുന്നുണ്ട്. അതാണ് വിഷയം. അപ്പം എന്താണെങ്കിലും ഇതിൽ വളരെ എവിഡൻ്റാണ്. ഇവൻ ഓക്കെയാണ് പോയതിന്, ഇവൻ ഹാപ്പി ആയിട്ട് പോയി. ഹാപ്പി അല്ലാത്തൊരു സീൻ അവിടെ ക്രിയേറ്റ് ആവാനുള്ള പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. അതൊന്നും ഒരു വ്ളോഗിൽ ഇട്ടിട്ടില്ല. ബട്ട് പറയുന്നതിൽ നിന്ന് എടുക്കാൻ പറ്റും തോന്നുന്നത്. പിന്നെ ഉള്ളതാണ് ഈ ചേച്ചിയുടെ കുട്ടികൾ. കറക്റ്റ് റിപ്ലൈ ആണ് ഇവിടെ കിച്ചു കൊടുത്തത്. ഇത്രകാലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. ഈ അടിയൻ മറ്റേ ഒപ്പം വന്ന പള്ളിക്കാരും പട്ടക്കാരും ഒപ്പം 5 സ്റ്റാർ ഹോട്ടലിൽ കയറി എന്നുള്ളൊരു സാധനം പറഞ്ഞതിന് ശേഷമാണോ എന്നറിയാൻ പാടില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യം കാണുമേ. കുട്ടികളോട് ചെയ്യുന്നതിൽ ദേഷ്യം വെച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അമ്മയാണെങ്കിൽ പോലും അതൊരു മാതിരി മറ്റോടത്തെ ഏർപ്പാടാണ്. ഓക്കെ, പിന്നെ അവർക്ക് പറയാം ഞങ്ങളെ കുട്ടിയെ ആരെപ്പോൾ എവിടെ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഞങ്ങളെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നോക്കും എന്നൊക്കെ പറയുന്നതുകൊണ്ട് സീനൊന്നുമില്ല, വിഷയമുള്ള കാര്യമല്ല.
പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അത് പറയുമ്പോൾ നിങ്ങളെ ആളുകൾ എങ്ങനെ അളക്കും എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിലേ ഈ രേണുവിൻ്റെ ഫാമിലി പലർക്കും വില്ലത്തി റോളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഇത് നിങ്ങളുടെ ആ ഒരു ഐറ്റം ഒന്നും കൂടി കൂട്ടി ഉറപ്പിക്കുന്ന പോലത്തെ ഒരു സ്കീമായിപ്പോയി ഈ ചെക്കനിത് വിളിച്ചു പറഞ്ഞത്. ഓക്കെ, കുട്ടികളെങ്കിലും നിങ്ങൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരാൻ വിട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വളരാൻ വിട്. എന്തിനാ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇങ്ങനെ വളർത്തിയിട്ട് കാര്യമില്ല. പുറത്ത് കളിക്കാൻ പോകണം, ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം, എല്ലാം വേണം. വീടിനകത്താണെങ്കിൽ ഓക്കെ, ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം, അടിപിടി കൂടണം, എല്ലാം. മനസ്സിലായോ? അപ്പം എന്താണെങ്കിലും ഇപ്പം ഈ ചേച്ചി വിളിച്ചതിനെക്കുറിച്ചും പറഞ്ഞു, അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞു. എഗെയിൻ അത് രേണുസുതി തന്നെ ഇൻവോൾവ് ചെയ്ത് കൊണ്ടുപോവാം എന്നുള്ള സ്കീമിക്ക് കാര്യങ്ങൾ മാറ്റിയത് എഗെയിൻ അത് രേണുവിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം രേണു അവിടെ നിന്ന് സീൻ ഉണ്ടാക്കിയിട്ട് അവനോട് ഇറങ്ങി പോകാൻ പറ, അവൻ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണി വാളും. പിന്നെ അത് വേറെ ലൈൻ ഓഫ് കോണ്ടന്റിലേക്ക് ആ സംഗതി വഴിമാറി പോകേണ്ടതായിരുന്നു. പക്ഷെ അത് ഒന്നുകൂടി സെറ്റായിട്ട് രേണു ആണെന്നുണ്ടെങ്കിൽ രേണു സിറ്റുവേഷൻ മനസ്സിലായി. അല്ലെങ്കിൽ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും വ്ളോഗ് എടുക്കുന്നുണ്ട്, അപ്പോൾ വേറെ ഒന്നും വേണ്ട, എടുത്തിട്ട് പോയിക്കോട്ടെ, സ്കീം എന്തെങ്കിലും നടന്ന് കാണണം. എന്താണെങ്കിലും അതങ്ങനെ അങ്ങോട്ട് തീർന്നു. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, ഇഫ് എനിത്തിങ് ദെയർ ബിറ്റ്വീൻ ദീസ് ബ്രദേഴ്സ്, അത് ദയവ് ചെയ്ത് രേണുസുതി സോൾവ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് അവർ തമ്മിൽ കണ്ടാൽ ചിരിക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, അവർ ആ ഹാപ്പി ആയിട്ട് ആ ബ്രദർഹുഡ് പോകണം. ഓക്കെ, എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്തു, നാളെ അവനും മാത്രമേ കാണൂ ഇതിനകത്ത്. വിഷം വയ്ക്കാൻ വന്നവരും പറഞ്ഞു കൊടുത്തവരും കുത്തിവെച്ചവരൊക്കെ പിന്നെ പൊടിയും തട്ടിപ്പോവും, അല്ലെങ്കിൽ ലോകത്തുനിന്നേ പോയി പോവും. എൻഡ് ഓഫ് ദ ഡേ സുധി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, ഓക്കെ, ആ ഒരു വ്യക്തിയാണ് നിങ്ങളെല്ലാവരെയും കണക്ട് ചെയ്യുന്നത്. ആ കണക്ഷൻ മുറിച്ചിട്ട് ആവരുത് നിങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ് നോക്കി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയും സീനൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഞാനൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ട്. പണ്ട് ഏതെങ്കിലുമൊക്കെ ഒരാൾ വരുന്നതിന് മുമ്പ്, അതായത് പ്രത്യക്ഷത്തിൽ എൻ്റെ വീട്ടുകാർക്ക് വീട്ടിലേക്ക് വരണ്ട എന്ന് പറയാൻ പറ്റാത്ത, എന്നാൽ അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് നമ്മളോടൊക്കെ കൂടുതൽ ആക്ടിങ് ചെയ്യാനും, അല്ലെങ്കിൽ അവർ വന്നൊരു 10 മിനിറ്റ് പോകുന്നതിൻ്റെ ഒരു സമയത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അന്ന് ഭയങ്കര അന്നത് ട്രോമയെന്ന് മനസ്സിലായില്ല. പിന്നെ ലേറ്റർ ഓൺ പിന്നെയാണ് റിയലൈസ് ചെയ്തത് ഇതൊക്കെ ഒരു ട്രോമയാണ്. കാരണം പിന്നെ ഇങ്ങനെ നിർബന്ധിപ്പിച്ച ഒരാൾ വരുമ്പോൾ അയാളെ കണ്ട് വർത്താനം പറയിപ്പിക്കുക, അല്ലെങ്കിൽ ആ വരുന്ന ആൾക്ക് ആദ്യം തന്നെ ഒരു ഡബിൾ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സ് പേടിക്കും. കുട്ടികളാ പറഞ്ഞു കൊടുത്തതിൻ്റെ ഡെപ്ത് നമുക്കറിയില്ല. ഇത് നമുക്ക് പറഞ്ഞു കിട്ടിയതിൻ്റെ ഡെപ്തൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ലൈക്ക് ആ ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പേടിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇന്നിപ്പോൾ എവിടെയോ കിച്ചുവിനെ കണ്ടപ്പോൾ ഇവനങ്ങനെ തോന്നുന്നു എനിക്ക്. മനസ്സിലായോ? അപ്പം അത് വരാതിരിക്കണം. അതിന് കൃത്യമായി രേണുസുതി ഇടപെടണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഋതപ്പനും കിച്ചുവും ഒക്കെ ഇങ്ങനെ പോട്ടെ. നിങ്ങൾ സുധിയുടെ ഇതൊക്കെ ആയിട്ട് പോയി, ഇവന്മാരങ്ങനെ പോട്ടിട്ടുണ്ട്. നാളുകളിൽ ഇപ്പോൾ കിച്ചു നന്നായിട്ട് പാടുന്നുണ്ട്, ഋതപ്പൻ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് എല്ലാ കലാകാരന്മാരായിട്ട് വളർന്നു വരട്ടെ.